ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ആക്കാൻ പോകുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ്. സോ ബേസിക്കലി ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രം ആ ഒരു പർട്ടിക്കുലർ കോഡ് റൺ ആയാൽ മതി. അല്ലാത്ത പക്ഷം അത് റൺ ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്ക് ഇവിടെ റൺ ആവും. അതായത് ഫോർ എക്സാമ്പിൾ റിയൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറയാണ് ഒരാളോട്, അതായത് ഞാൻ ഇന്ന് മഴ പെയ്യുവാണെങ്കിൽ മാത്രമേ കുട എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മഴ പെയ്യാത്തപ്പോഴോ കുട എടുക്കത്തില്ല. അപ്പോൾ അതൊരു കണ്ടീഷൻ ബേസ്ഡ് ടാസ്ക് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടീഷൻ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ അതനുസരിച്ച് ടാസ്ക് എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയാണ്. അപ്പം ബേസിക്കലി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ മാത്രം കോഡ് റൺ ആവും. അല്ലാത്ത പക്ഷം എൽസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇഫ് ദിസ് ഹാപ്പൻസ് അല്ലെങ്കിൽ എൽസ് ദിസ് ടു ബി ഡൺ, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ഇഫ് സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ അത് എൽസിൻ്റെ ഭാഗത്ത് എന്താണോ കോഡ് വരുന്നത് അത് സാറ്റിസ്ഫൈ ആവും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ എന്താണോ കണ്ടീഷൻ അതനുസരിച്ച് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രം ഇവിടുത്തെ കോഡ് റൺ ആക്കുക. അല്ലാത്ത പക്ഷം വേറെ കോഡ് റൺ ആവും. ഓക്കെ, അല്ലെങ്കിൽ ആ കോഡ് റൺ ആവണ്ട. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഈ ഒരു പുഷ് ബട്ടൺ, ഇതൊരു പുഷ് ബട്ടൺ ആണ്. ഈ പുഷ് ബട്ടണിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം LED ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ മാത്രം LED ഓൺ ആയാൽ മതി. അല്ലാത്ത പക്ഷം LED എന്ത് ചെയ്യരുത്? ഓൺ ആവരുത്. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോഡിലോട്ട് പോവാം. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഗ്ലോബലി നമ്മൾ നേരത്തെ വേരിയബിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് എന്തൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? ബട്ടൻ്റെ നമ്മൾ പിൻ നമ്പർ ഡിക്ലെയർ ആക്കിയിട്ടുണ്ട്. LED-യുടെ പിൻ നമ്പർ നമ്മൾ ഡിക്ലെയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാതെ തന്നെ ഡയറക്റ്റ്ലി ഇവിടെ നമ്പേഴ്സ് ഇട്ട് പോവാം. സ്റ്റിൽ സെയിം ആണ്, വ്യത്യാസമൊന്നും വരത്തില്ല. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും ഡൈനാമിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻ നമ്പർ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്കലായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ എക്സ്ട്രാ ഒരു വേരിയബിൾ ഡിക്ലെയർ ആക്കിയിട്ടുണ്ട്. എന്താണ്? ഇൻറ്റ് ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു 0. അപ്പോൾ ബേസിക്കലി ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു 0 എന്താ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ പുഷ് ബട്ടൺ ഉണ്ടല്ലോ, ഈ പുഷ് ബട്ടണിന് 2 സ്റ്റേറ്റേ ഉള്ളൂ. ഒന്ന് വോൾട്ടേജ് കയറി ഇറങ്ങുവാണെങ്കിൽ അത് ഹൈ സ്റ്റേറ്റ് ആവും, അല്ലേ? വോൾട്ടേജ് കയറി ഇതിലെ കൂടെ അകത്തോട്ട് കയറുമ്പോൾ അത് ഹൈ സ്റ്റേറ്റ് ആവും. ഞാൻ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ആക്കാം, ഇല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു ആക്കാം, അല്ലെ? ലോ ഹൈ നമുക്ക് ആ മീൻസ് പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ LED ഓഫ് ആക്കാം, അല്ലാത്തപ്പോൾ LED ഓൺ ആക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനാകെ ജസ്റ്റ് ഹൈ ആൻഡ് ലോ അങ്ങനത്തെ ലൈക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ആർഡിനോയ്ക്കകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ സെറ്റ് ചെയ്യാം. അപ്പം ബട്ടൺ സ്റ്റേറ്റ്, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് ഇനീഷ്യലി 0 ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, 0 മീൻസ് എന്തെങ്കിലും ലൈക്ക് മൊത്തത്തിൽ ഒരു ജങ്ക് വാല്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇനീഷ്യലി നമ്മൾ റെസ്റ്റ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ 0 സ്റ്റേറ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 എന്ന് പറയുമ്പോൾ ഹൈ സ്റ്റേറ്റ് ആയിരിക്കും, 0 എന്ന് പറയുമ്പോൾ ലോ സ്റ്റേറ്റ് ആയിരിക്കും. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് വരുന്ന പോലെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം പിൻ മോഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആസ് യൂഷ്വൽ നമ്മൾ പുഷ് ബട്ടൺ കൊടുത്തിരിക്കുന്ന 2ാമത്തെ പിന്നാണ്, LED കൊടുത്തിരിക്കുന്നത് 13ാമത്തെ പിന്നാന്ന് പറഞ്ഞ് ആളുടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ LED, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LED നമുക്ക് ഔട്ട്പുട്ട് മോഡിലാണ് കിട്ടുന്നത്, അല്ലേ? കാരണം എന്താ? LED-ക്ക് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അതിന് ഒരു വോൾട്ടേജ് കൊടുക്കും, LED നമുക്ക് ഔട്ട്പുട്ട് തരും. പക്ഷേ ഇവിടെ നോക്കിയേ, നിങ്ങൾ പുഷ് ബട്ടൻ്റെ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ എന്താ? ഇൻപുട്ടാണ്. ഇൻപുട്ടിന് കൊടുക്കാനുള്ള കാരണം എന്താ? ഞാൻ ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ബട്ടനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു സിഗ്നൽ ഇതിൽ കൂടെ പോകും, ഒരു വോൾട്ടേജ് ഇതിൽ കൂടെ കയറി അർഡിനോട്ട് പോകും. അപ്പോൾ അതെന്താ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻപുട്ടായിട്ടാണ് കയറുന്നത്, അല്ലേ? അർഡിനോ ടു പുഷ് ബട്ടൺ ഒന്നും സംഭവിക്കുന്നില്ല, പുഷ് ബട്ടൺ ടു അർഡിനോ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതെന്താ? നമ്മൾ അർഡിനോട്ട് വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് അത് ഇൻപുട്ടായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പം സെക്കൻഡിൻ്റെ പിൻ മോഡ് എന്താ? പിന്നിൻ്റെ മോഡ് എന്തായിരുന്നു? ഇൻപുട്ട് മോഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റീഡിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം അതാണ് സെക്കൻഡ് കൺസെപ്റ്റ്. അപ്പോൾ ഡിജിറ്റൽ റീഡ് എന്താന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വാല്യൂ, ഇപ്പം നമുക്ക്
ഇവിടെ ഞാൻ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൊരു വോൾട്ടേജ് ആണ് എന്ത് സംഭവിക്കുന്നത്, കയറി ഇറങ്ങുന്നത് അല്ലേ. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തോ വാല്യൂസാ, ഇപ്പോൾ ഡിജിറ്റൽ വാല്യൂ ആ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് 5 വോൾട്ട് ആണ് അല്ലേ. 5 വോൾട്ടും ഗ്രൗണ്ടും ആണ് ഇതിലേക്കൂടെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഈ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൂടെ ഒരു 5 വോൾട്ട് ഡിജിറ്റൽ വാല്യൂ. ഓക്കെ, ഈ വോൾട്ടേജ് എല്ലാം എന്താണ്, ഇത് ഡി സി സപ്ലൈ ആണ്, ഇതൊരു അർഡിനോ ബോർഡ് ഡി സി സപ്ലൈ ആണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതിലേക്കൂടെ വരുന്നത് 5 വോൾട്ട് ആണ്. ഓക്കെ, ഈ 5 വോൾട്ട് നമ്മൾ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 5 വോൾട്ട് അകത്തോട്ട് കയറിപ്പോകും. അതിനെ ഈ അർഡിനോ എന്താണ് റീഡ് ചെയ്യുന്നത്, ഒരു ഡിജിറ്റൽ വാല്യൂ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ മോഡ്യൂൾസ് ഒക്കെ ഈ ICs ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വോൾട്ടേജ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, അത് ഹൈ അല്ലെങ്കിൽ ലോ. ഞാൻ ഇതിലേക്കൂടെ വോൾട്ടേജ് കടത്തി വിടുമ്പം ഇതൊരു ഹൈ സ്റ്റേറ്റ് ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 13, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ ഒരു പിന്നിനെ ആക്റ്റീവ് ആക്കും ഈ IC അല്ലേ, ഒരു ഹൈ വോൾട്ടേജ് ഇതിലോട്ട് കൊടുക്കുക. അപ്പോൾ ഹൈ വോൾട്ടേജ് ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ കൂടെ LED എന്താ സംഭവിക്കുന്നത്, ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കേസിൽ നമ്മുടെ IC വോൾട്ടേജ് തരുമല്ല, നമുക്ക് ആ വോൾട്ടേജ് ഇതിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ വാല്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലെല്ലാം ഉള്ളത് അനലോഗ് വാല്യൂസ് ആണ്. പക്ഷേ നമ്മൾ ഡിജിറ്റൽ ലൈക്ക് ഈ DC സപ്ലൈ ബേസ്ഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലോട്ട് നമ്മൾ വരുമ്പോൾ എല്ലാം ഡിജിറ്റൽ വാല്യൂസ് ആണ്. അതായത് വോൾട്ടേജ് ഹൈ അല്ലെങ്കിൽ ലോ, ഈ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ വോൾട്ടേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്, അർഡിനോ വഴി അങ്ങോട്ട് കൊടുക്കുകയാണ്. അതേ സംഭവം ലൈക്ക് ഞാൻ വാല്യൂ റീഡ് ചെയ്യുവാണെങ്കിലോ, അതേ ഡിജിറ്റൽ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ പറയുന്നത് വോൾട്ടേജ് ആണ് ഇതിൽ കൂടെ കയറുന്നത്. അതേ സംഭവം ഡിജിറ്റൽ വാല്യൂ നമ്മൾ റീഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഡിജിറ്റൽ റീഡ് ആയിട്ട് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഡിജിറ്റൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഡിജിറ്റൽ വാല്യൂ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു വോൾട്ടേജ് ആണ്. ഓക്കെ, ഇതെല്ലാം ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ആകെ ഒരു സംഭവം ഉള്ളത് എന്ത്, വോൾട്ടേജ്. അപ്പോൾ ഞാൻ ഈ അർഡിനോ വഴി ഒരു വോൾട്ടേജ് അതിലോട്ട് കൊടുക്കുകയാണ്. അതേസമയം ഈ ഒരു സംഭവം ഡിജിറ്റൽ റീഡ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് റീഡ് ചെയ്യുവാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷൻ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഡിജിറ്റൽ റീഡ് അപ്പോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ പുഷ് ബട്ടൺ ക്ലിക്ക് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ റീഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ലെവലിൽ ബട്ടൺ വാല്യൂ എന്താ, ബട്ടൺ പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ബട്ടൺ പിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാ, രണ്ടാമത്തെ പിൻ നമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ എന്തായിരിക്കും സ്റ്റോർ ആയി കിടക്കുന്നത്, ഇവിടെ 2 എന്നായിരിക്കും. ഓക്കെ, ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിൻ നമ്പർ കൊടുക്കുകയും ചെയ്യാം, വേരിയബിൾ നെയിമും കൊടുക്കാം. അപ്പോൾ ഞാൻ ഡിജിറ്റൽ റീഡ് ബ്രാക്കറ്റ് 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പിന്നിന് ഡിജിറ്റൽ വാല്യൂസ് റീഡ് ചെയ്യാനാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ എഴുതിയിട്ട് നമ്മൾ ബട്ടൺ പിൻ എന്നായിരുന്നു. ബട്ടൺ പിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി 2 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 2 എന്ന് എഴുതിയാലും ബട്ടൺ പിൻ എഴുതിയാലും രണ്ടും സെയിം അർത്ഥം ആണ്. ഓക്കെ, അപ്പോൾ ബട്ടൺ പിൻ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഈ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വാല്യൂ റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 എന്നാണ് ഒരു വാല്യൂ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, 2 എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഒരു വാല്യൂ റീഡ് ചെയ്യുന്ന വിചാരിച്ചു. ഇത് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, ഡിജിറ്റൽ റീഡ്. റൈറ്റ് ചെയ്യാൻ ഡിജിറ്റൽ റൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി. ഡിജിറ്റൽ റീഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി, ഡിജിറ്റൽ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇത് രണ്ടാമത്തെ പിന്നിൽ നിന്ന് ഡിജിറ്റൽ വാല്യൂ റീഡ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ വാല്യൂ എന്താണ്, 0യാണ്. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്, ഇനീഷ്യലി അത് LED ഓഫ് ആയി കിടക്കുമായിരിക്കും. കാരണം നമ്മൾക്ക് ഈ കിട്ടുന്ന വാല്യൂ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മൾ ഇൻറ്റ് ബട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ബട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹൈ വോൾട്ടേജ് ആവും അല്ലേ. അപ്പോൾ അത് 1 എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യും. ഓക്കെ, ഞാൻ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ അർഡിനോ ഇതിനെ ഹൈ വാല്യൂ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ റീഡിങ്ങിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്തിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന വിചാരിച്ചോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്, ഇതങ്ങ് പോയി. തിരിച്ച് പുഷ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വാല്യൂ അങ്ങ് പോവാം. പക്ഷെ നമുക്കത് പോകരുത്. അതിന് മുന്നേ നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഒറ്റയോടെ നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പിന്നീട് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പോവാതിരിക്കാൻ വേണ്ടി നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വാല്യൂ നമ്മൾ എന്ത് റീഡ് ചെയ്ത് വെക്കും. റീഡ് ചെയ്തിട്ട് ഒരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും.
ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫർദർ ആ ഒരു വാല്യൂ വെച്ചിട്ട് എന്തെങ്കിലും ടാസ്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ, പുഷ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് LED കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഞാൻ പുഷ് ബട്ടണിന് എന്താണോ വാല്യൂ വരുന്നത് അത് വെച്ചിട്ട് ഇവിടെ എന്ത് സംഭവിക്കണം, LED ഓണും ഓഫും ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ആർഡിനോ അതെന്ത് ചെയ്യണം, അതിനെ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് അതിലോട്ട് ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ കമ്പാരിസൺ നടത്തും. ഓക്കെ, അത് നമുക്ക് കമ്പാരിസൺ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, നമ്മുടെ കണ്ടീഷൻ ലൈക്ക് എഴുതേണ്ട ഫോർമാറ്റ് ആയിരുന്നു ഇഫ് കണ്ടീഷൻ ബ്രേസ് ബ്രാക്കറ്റ് എൽസ് ബ്രേസ് ബ്രാക്കറ്റ്. ഓക്കെ, അപ്പം കണ്ടീഷൻ എന്താ, ഇഫ് ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ. അപ്പം നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്, സിംഗിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യുന്ന വാല്യൂ, ലൈക്ക് വാല്യൂ അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിംഗിൾ വാല്യൂ ഇടുമ്പോൾ, സിംഗിൾ ഈക്വൽ ടു ഇടുമ്പോൾ വാല്യൂ അസൈൻ ആവും, ഡബിൾ ഈക്വൽ ടു ഇടുമ്പോൾ കമ്പാരിസൺ ആവും. മാത്തമാറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ് ഒരു സിംഗിൾ ഈക്വൽ ടു വരത്തുള്ളൂ. പക്ഷേ പ്രോഗ്രാമിങ്ങിനകത്ത് ഡബിൾ ഈക്വൽ ടു വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, വാല്യൂ കമ്പാരിസൺ നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ഇപ്പം ഞാനിപ്പോൾ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താ, ഇനീഷ്യലി ഈ ഒരു സംഭവം LED ഇപ്പോൾ ഓഫ് ആവാനുള്ള കാരണം എന്താ, ബട്ടൺ സ്റ്റേറ്റ് നമ്മൾ ഇനീഷ്യലി കൊടുത്തിരിക്കുന്നത് 0 നിന്ന്. അപ്പോൾ ഇപ്പം ഇവിടെ നടക്കുന്ന സംഭവം എന്താ, ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ. ഹൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻബിൽഡ് സംഭവമാണ്. അതായത് ഹൈ എന്ന് പറഞ്ഞാൽ അർഡിനോയ്ക്കകത്ത് വോൾട്ടേജ് ഹൈ എന്നാണ്, അതായത് 1. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 0 and 1 ആണ് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ളത്. 0 എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ്, 1 എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ്. അപ്പം 1 എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ ആ. അപ്പം ഞാൻ ഇവിടെ ബട്ടൺ സ്റ്റേറ്റ് ഇപ്പം എന്താ ശരിക്കും പറഞ്ഞാൽ 0 ആയി. അപ്പം 0 ഈക്വൽ ടു ഹൈ ആണോ, അഥവാ 1 ആണോ? അല്ല. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവാതെ നേരെ എന്ത് സംഭവിക്കുന്നത്, എൽസിലോട്ട് പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, LED ഓഫ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ കണ്ടീഷൻ എന്താ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ എഴുതണം ഈ ബ്രാക്കറ്റിനകത്ത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്തായിരുന്നു, ഞാൻ പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 0 മാറി 1 ആയി അല്ലേ, 0 മാറി 1 ആയി. അപ്പോൾ 1 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. അപ്പോൾ ആ സമയത്ത് ഡിജിറ്റൽ റൈറ്റ്, അതായത് ഈക്വൽ ടു ഹൈ ആവുകയാണെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് ഞാൻ 13, ഹൈ അല്ലെങ്കിൽ LED പിൻ ഹൈ രണ്ടും ഒന്ന് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 13 എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വേരിയബിൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് LED പിൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്പറും കൊടുക്കാം. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് 13, ഹൈ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത്, ആ വാല്യൂ അവിടെ ഹൈ ആയി മാറും. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ കറക്റ്റാണ്. കാരണം എന്താ, ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ ആയതുകൊണ്ട് ഈ വാല്യൂ എക്സിക്യൂട്ട് ആവുന്നു. ഞാൻ അവിടെ റിലീസ് ചെയ്യുമ്പോൾ ബട്ടൺ സ്റ്റേറ്റ് എന്തായി, 0 ആയി. അപ്പോൾ അതെന്താ, എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, LED പിന്നെ ലോ ആക്കുക എന്നാണ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഞാൻ ഇപ്പൊ എല്ലാവരും കൺഫ്യൂഷൻ എന്ന് പറയുന്നത് 1 ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ 1 നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഇവിടെ ഒരു മാറ്റം ഒന്നുമില്ല. കാരണം എന്താ, നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലൂടെ നമ്മൾ ബട്ടൺ സ്റ്റേറ്റ് സെറ്റ് ആക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മളിവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഹാർഡ്വെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താ ഫിസിക്കലി നമ്മൾ സാധനം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ ആയിട്ട് എന്താ പറയുന്നത്, ഇപ്പം പുഷ് ബട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാല്യൂസ്, ജങ്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു വാല്യൂ അങ്ങ് സെറ്റാക്കി വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 1 or 0 കൊടുത്താൽ ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഓവർ റൈറ്റ് ആവും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങ് ഓവർ റൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പ്രസക്തിയില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതിന് പകരം 2 കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പം ഹൈ ആവുന്നുണ്ട് ഇല്ലേ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു അസൈൻമെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യൽ നമ്മൾ 0 ആയിട്ടാണ് വെക്കുന്നത്, ഒരു വാല്യൂസും കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് 1, 2 നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു വേരിയബിൾ ഇങ്ങനത്തെ ലൈക്ക് ഡൈനാമിക് ആയിട്ട് അസൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റി ആണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡൈനാമിക് ആയിട്ട് ഇതിന്റെ വാല്യൂ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ വേരിയബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ആൻഡ് 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇനീഷ്യലി നമുക്കൊരു എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ആക്കി അത് ഓവറായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 0 ആയിരിക്കും. കാരണം ചില കോഡിനകത്തൊക്കെ വേറെ വാല്യൂസ് കൊടുത്താൽ ചിലപ്പോൾ അത് ഓവർ റൈറ്റ് ആവും. ഈ ഒരു കേസിൽ നമ്മൾ 0 കൊടുത്താലും 1 കൊടുത്താലും 2 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില എക്സാമ്പിൾസിലൊക്കെ ചിലപ്പോൾ അത് വർക്ക് ചെയ്തില്ല. നിങ്ങൾ 1 ഉം 2 ഒക്കെ കൊടുത്താൽ വേറെയൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ വരും. അപ്പം എപ്പോഴും നമ്മൾ 0 ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക.
എന്നിട്ട് നമ്മൾ അതിനെ ഓവർ റൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ലൈക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കോഡ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും സെമിക്കോൺ ഇട്ട് തന്നെ ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ലൈക്ക് ഒരു പുഷ് ബട്ടൺ വെച്ച് നമ്മൾ LED കൺട്രോൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 kilo ohm ആണ്. ആൻഡ് യാ, അപ്പോൾ ഈ റെസിസ്റ്ററും ഇതും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ടെർമിനൽ 1A 2Aയിലും കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് 1Bയിലായിരിക്കും നമ്മൾ 2 എന്ന കണക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ റെസിസ്റ്ററിൻ്റെ ഇവിടെ വരാനുള്ള കാരണമൊക്കെ നമ്മൾ ഈ വേറെ കമ്മിങ് വീഡിയോസിലൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ബ്രോഡായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ റീഡിൻ്റെ കേസ്. ആൻഡ് ഓൾസോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്കൊരു ബ്രീഫ് ഐഡിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻഡ് നമ്മളിനി ഫർദർ മുന്നോട്ട് കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മളിതിപ്പം കവർ ചെയ്ത ബേസിക് പ്രോഗ്രാമിംഗ് ആണ്. സോ ഇനി കമ്മിങ് വീഡിയോസിൽ നമ്മൾ അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ആക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വീണ്ടും കാണാം.